9ാം ക്ലാസ്സിൻ്റെ പാരലൽ ലൈൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. 11 സെൻറ്റിമീറ്റർ പെരിമീറ്റർ ഉള്ള ഒരു ട്രയാങ്കിൾ വരയ്ക്കാനാണ് ക്വസ്റ്റ്യൻ. ഇത് ട്രയാങ്കിൾ ആവാം, റെക്റ്റാങ്കിൾ ആവാം, എന്ത് വേണമെങ്കിലും ആവാം. അപ്പോൾ നമുക്ക് ആദ്യം ട്രയാങ്കിൾ നോക്കാം. പെരിമീറ്റർ 11 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പം ഒരു സൈഡ് കാണാൻ നമ്മൾ എന്താ ചെയ്യുക? 11 ഹരിക്കണം 3 ചെയ്യുക. അപ്പം നമുക്ക് എന്ത് കിട്ടും? ഒരു സൈഡ് ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഒരു സൈഡിൻ്റെ ലെങ്ത്ത് 3/2/3 എന്ന് കിട്ടും. ഈ 3/2/3 എന്ന് പറയുന്നത് സ്കെയിലിൽ വരയ്ക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം സ്കെയിലിൽ 11 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വര വരയ്ക്കും. ഈ ലൈനിനെയാണ് നമ്മൾ 3/2/3 സെൻറ്റിമീറ്റർ നീളമുള്ള 3 ഈക്വൽ ലൈനുകളായിട്ട് ഭാഗിക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 11 സെൻറ്റിമീറ്ററിന് താഴെയുള്ള 3 ഈക്വൽ ഭാഗങ്ങളായിട്ട് മുറിക്കാൻ കഴിയുന്ന ഒരു നമ്പർ സെലക്ട് ചെയ്യാം. നമുക്കിപ്പോൾ 9 സെലക്ട് ചെയ്യാം. 9നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്തായിട്ട് ഭാഗിക്കാം? 3 3 3 ആയിട്ട് ഭാഗിക്കാൻ പറ്റും. ഈ 9 സെൻറ്റിമീറ്റർ നീളമുള്ള വരയെ 3 ഈക്വൽ ഭാഗങ്ങളായിട്ട് ഭാഗിച്ചതിന് ശേഷം ഈ നമ്മൾ വരച്ച ആദ്യത്തെ 11 സെൻറ്റിമീറ്ററും 9 സെൻറ്റിമീറ്ററും ലൈൻ എന്ത് ചെയ്യുക? നമുക്ക് യോജിപ്പിക്കാം. ശേഷം ഈ ലൈനിന് നമ്മൾ പാരലൽ ലൈൻസ് വരയ്ക്കാൻ പോവുകയാണ്. ഈ വരച്ച പാരലൽ ലൈൻസ് എന്ത് ചെയ്യും? നമ്മൾ 11 സെൻറ്റിമീറ്റർ ആദ്യം വരച്ച വരയെ എന്ത് ചെയ്യും? 3 ഈക്വൽ ഭാഗങ്ങളായിട്ട് ഭാഗിക്കും. അപ്പോൾ ഈ ഓരോ സൈഡും എത്രയായിരിക്കും? 3/2/3 എന്ന് പറയുന്ന ആ ലെങ്ത്തിലായിരിക്കും. ഇവിടെ നിന്നൊരു കോമ്പസ് വെച്ചിട്ട് നമുക്ക് ഈ ലെങ്ത്ത് അളന്നെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. ഈ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത 11 സെൻറ്റിമീറ്റർ പെരിമീറ്റർ ഉള്ളത് ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും. ഇതുപോലെ എക്സാമിന് ചിലപ്പം ഒരു സ്ക്വയർ ചോദിക്കാം, റെക്റ്റാങ്കിൾ ചോദിക്കാം, മറ്റൊരു നോർമൽ ട്രയാങ്കിൾ ചോദിക്കാം. അപ്പം ഏകദേശം ഇതേപോലെ തന്നെയാണ് ഇനി അങ്ങോട്ട് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.